ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ഓണം സ്പെഷ്യലായിട്ടാണ് വന്നിട്ടില്ല കേട്ടാ. അന്ന് പറഞ്ഞ പോലെ ഈ ഓണത്തിന്റെ അടുത്തെത്തുന്നവരെ നമുക്ക് കുറച്ച് ഓണം സ്പെഷ്യൽ റെസിപ്പി ചെയ്യാം. അപ്പം നമ്മളോട് ആവശ്യപ്പെട്ട റെസിപ്പി ഓരോന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മ എന്നാ ഉണ്ടാക്കുന്നതെന്ന് കാളൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അതിന് കാളന്റെ റെസിപ്പി കൂടി കാണിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നല്ല കുറുക്ക് കാളന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മളെ ഇവിടെ കണ്ണൂർ സ്റ്റൈലിലെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കൂടെ കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണെല്ലാം വെള്ളത്തിലാക്കും അമ്മ, നല്ല മഴയല്ല. അപ്പോൾ അതാ ഈ ഒരു സൈസിലെ ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചക്കായി എടുത്തിട്ടുണ്ട്. പച്ചക്കായി പറഞ്ഞാല് പുകക്കായി, മധുരം അപ്പൊ കിട്ടുമെങ്കിൽ പച്ചക്കായിനേക്കാളും നല്ലത് കുറച്ചൊന്ന് ഒരു മഞ്ഞ പഴുക്കണ്ട അങ്ങനത്തെ ആ ഒരു ടൈപ്പ് കായാണ് കാളന് എപ്പോൾ നല്ലത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം തോലെല്ലാം ചെത്തിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. കായിൻ്റെയും തോല് ചെത്തണം കേട്ടോ. അപ്പോൾ കായും ചേനയെല്ലാം തോലെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയ കഷ്ണമായിട്ട് വേണം മുറിച്ചെടുക്കാൻ അല്ലേ. പുളിശ്ശേരിക്ക് നമ്മൾ മുറിക്കുന്നതിനേക്കാളും വലിയ കഷ്ണമായിട്ട് വേണം മുറിച്ചെടുക്കാൻ. സാധാരണ എന്തെങ്കിലും നമ്മൾ കറിക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വലുതായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വയ്ക്കലുണ്ട് ഇതൊന്ന് ചക്ക കഷ്ണാക്കിയിട്ട് മുറിച്ചിരുന്നു. അതേപോലത്തെ ചക്ക കഷ്ണാക്കിയിട്ടാണ് ഈ കാളൻ്റെ കഷ്ണം മുറിക്കേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ഇത് മുറിച്ചെടുത്തിട്ട് വരാം. കഷ്ണമെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളെ പുതിയ മൺചട്ടിയാണല്ലേ അമ്മ? പുതിയ മൺചട്ടിയെല്ലാം മയക്കി എടുത്തിട്ടുണ്ട്. അതെ, അപ്പോൾ അതിലാണ് നമ്മ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പുളിയിഞ്ചി ആക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൺചട്ടിയിലാണ് ആക്കുന്നത് നല്ലത് എന്ന്. അപ്പോൾ നമ്മൾ 1-2 മൺചട്ടി അങ്ങ് വാങ്ങിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് അതെ, അപ്പോൾ നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഭയങ്കര മഴ, ഒച്ച കേൾക്കുന്നുണ്ടോന്നും അറിയില്ല. അതിലേക്ക് ഇതാ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമ്മിന്ന് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നടന്ന് പോകുന്ന സമയം കൊണ്ട് നമുക്ക് കാളനിലെ തേങ്ങയെല്ലാം അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു തേങ്ങേൻ്റെ പകുതിയാണ് എടുത്തിട്ടില്ലേ. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടില്ലേ. അപ്പോൾ എരിവില്ല പച്ചമുളകാണെങ്കിൽ 1-2 എടുത്താൽ മതി. കാളന് തീരെ എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പം ജീരകം ഈ ഒരു ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പുളിശ്ശേരിക്ക് ചേർത്ത് കൊടുക്കും പോലെ അധികം ജീരകവും ഇതിന് ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതെ, പുതിയ ചട്ടിയുമാണ്, രണ്ടും അടുക്കി കുടിക്കുന്ന സാധനവും. കഷ്ണമെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അധികം വെള്ളമാക്കണ്ട, ഒരു കുറുകിയ പാകത്തിലാണ് കറി ഉണ്ടാവല്. അപ്പോൾ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് തിള വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല തൈര് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഇതാ ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മാത്രമേ തിളക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ സമയത്ത് നമുക്കിതാ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളക്കാൻ പാടില്ല. നമുക്ക് അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരകി എടുത്തിട്ടുണ്ട്.
വെല്ലത്തിൻ്റെ ആ ഒരു മധുരവും തൈരിൻ്റെ പുളിയെല്ലാം ആകുമ്പോൾ അതാണ് കാളൻ്റെ നല്ലൊരു ടേസ്റ്റ് വരല്ലേ അമ്മേ? അവസാനം നമുക്ക് ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് വാങ്ങാനേ. അപ്പോൾ നമ്മളെ കാളൻ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്താകുമ്പോൾ വേഗം തള വരുവേനി. മണ്ട ചട്ടിയല്ലേ. അപ്പോൾ ഇതാ നല്ല കുറുക്കിയ കാളൻ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വറുത്തിടും കൂടി വേണം അല്ലേ അമ്മ? അതെ. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കേ. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരെ നമ്മളെ കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവല്. നമ്മളെ കാളനിതാ നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. അമ്മ കാണുമ്പോൾ എൻ്റെ അടുത്ത് കൂട്ടാൻ തോന്നുന്നല്ലേ? ഇളക്കി കൂട്ടിട്ട് നല്ല കുറുക്ക് കാളൻ. മണ്ണിൻ്റെ ചട്ടിയിലാകുമ്പോൾ ഇങ്ങനെ കുറി വരും ഇത്. അതെ, ചോറ് കഴിച്ചാലോ? അപ്പോൾ കുറച്ച് കാളൻ എടുത്തിട്ട് നമുക്ക് ചോറിലിട്ടിട്ട് ടേസ്റ്റ് നോക്കാം. അപ്പം നമ്മളെ ലോഗും ഉണ്ട്. ഇത് ടേസ്റ്റ് നോക്കുന്ന ആള് വായിൽ വെക്കുമ്പോഴത്തേനെ നല്ല ടേസ്റ്റ് ഉണ്ടോ? അപ്പം ഞാനൊരു ടേസ്റ്റ് നോക്കട്ടെ. കുഞ്ഞോണി വെറുതെ നല്ല ആദ്യം മേടിച്ചു തന്നത്. അത് ടേസ്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം പാകത്തിനുണ്ടാമേ? ഉപ്പെല്ലാം പാകത്തിന്. രണ്ടാമത് കുറച്ച് ഇട്ടിന്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല രസമുണ്ട്. പുളിശ്ശേരിയേക്കാളും എളുപ്പം, ഉണ്ടാക്കാൻ എളുപ്പം, ടേസ്റ്റും നല്ല ഉണ്ടല്ലേ? അതെ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കാളൻ. അപ്പോൾ ഓണത്തിനോ അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ വീട്ടിലും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇവർ കഴിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. അപ്പോൾ അടുത്ത നല്ലൊരു ഓണം റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.